അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಮೇಲ್ತಿನಲ್ಲುಳ್ಳ ಹಿರಿಯ ವ್ಯಕ್ತಿತ್ವನ അതുപോലെ ಎದುರು ಭಾಗത്തുള്ള ಬೇರೆ ಬೇರೆ ಕ್ಷೇತ್ರದ್ದು ಸಂಪನ್ಮೂಲ വ്യക്തിത്വന്ന സാഹിത്യ പ്രേമിങ്ങ പിന്നെ മുഖ്യമായിട്ട് ഇന്നത്തെ രാജകുമാര അല്ലെങ്കിൽ ഇസ്മത്തിൻ്റെ ഭാഷയിൽ ചൊന്നെങ്കിൽ പുതിയാപ്പിളെ ഹംസ മലാർ ಈ ഒരു ಲೇಸಿಗೆ ಸರ್ಬರ್ನು ಓಕೆ ನಾ ಬಂದೆ അല്ല ബിർണറായിട്ട് അതല്ലേ ബിർണറായിട്ട് വേണ്ട ഹംസാൻ പിന്നെ ഇസ്മായിൽ മാസ്റ്റർ ഉണ്ടല്ലേ ഉസ്താദ് മാസ്റ്റർ അങ്ങനെ എൻ്റെ പക്ഷെ അതും ഒരു റെസ്പെക്റ്റ് ആയിട്ടിരിക്കുമെന്ന് മാത്രം എല്ലാം ചെന്നെങ്കിൽ ഞങ്ങൾ ഒരേ വേദിക്കയിലുള്ളവർ ഞങ്ങൾ എൻ്റെ ഔത്തത്തെ ഭാഷ മലയാളമേ മക്കൾക്ക് പഠിപ്പാട്ടിയ ഭാഷ കന്നഡ ഇപ്പോ ഇതില് ആക്റ്റീവായത് മേൽത്തെരിൽ കേരളക്കട്ടിലെ മേൽത്തെരിൽ ഇതായിട്ട് എനിക്ക് ടൈം 5 മിനിറ്റ് അല്ല 3 മിനിറ്റ് ഞാൻ ഇപ്പാട്ടെ ബിസേന്ന് ചൊന്നെങ്കിൽ ഹംസ 50 വയസ്സാകുമ്പോ 50ാമത്തെ കൃತಿ എഴുതിയാൻ അതിലೂ ಸಾಹಿತ್ಯ ಪ್ರಕಾರದಲ್ಲಿ ಎಲ್ಲ ಪ್ರಕಾರದಲ್ಲೂ ಕೈ ಆಡಿಸಿದವರು ಕನ್ನಡದ ಭಾಷೆಯಲ್ಲಿ ಮಾತ್ರ ಅಲ್ಲ ಇಂದು ಎത്രയോ സാഹിത്യ ആസക്തി ಬೇರೆಲಾವಟ್ಟು ಕನ್ನಡದಲ್ಲಾವಟ್ಟು ಇನ್ನು ಬೇರೆ ಬೇರೆ ಮೂತ ಮಕ್ಕ ಎಂದಿಗೂ ಕೇಕರೆ ഹംസരട്ട ഹംസ ഇത് എങ്ങനായിട്ട് മുടിപ്പുല ഒരു സ്റ്റുഡൻറ്റ് സഭയിലുള്ള അവൻ്റെ ബുക്ക് ബിടുകൾക്ക് നാ പോയിരെ എത്ര പ്രൗഢമായ ഒരു ഭാഷയിൽ കന്നഡത്തിൽ സാമ്രാട്ട് ചൊല്ലുന്ന ഒരു കാದಂಬರಿ ಹೇಳ್ತೀನಿ ನಾನಿನ್ನು 38 ವರ್ಷ ಅಧ್ಯಾಪಕ ಫೀಲ್ಡಿൽ ಇನ್ನೆങ്കിലും മാസ്റ്റർ ഫീൽഡിൽ ಇನ್ನೆങ്കിലും ಕೂಡ എനിക്ക് ഒരത്ര ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ಕೂಡ ആ ചെറുക്കരെ ഒരു തയ്യാറി അതിനു വേണ്ടി അവൻ്റെ അവർ കാದಂಬರಿ എഴുതണമെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി അല്ല സಣ್ಣ കഥ അല്ല എഴുതണമെങ്കിൽ അവൻ എത്ര അതിൻ്റെ ബാക്കിൽ പിന്നെ പിറകിൽ അവൻ എത്ര ശ്രമപ്പെട്ടെന്നാ ചൊല്ലിട്ട് വലിയ അത്ഭുതമായി ഞാൻ ചൊന്നുകൊണ്ട് ಬಂದ വിഷയം ചൊന്നെങ്കിൽ ഹംസ ഇവൻ ನನ್ನ പിരിച്ചത്തിൽ വിളിച്ചിന് ഇസ്മായിൽ സാർ എന്നല്ലെങ്കിൽ 1993 ഹംസ മദനിലി ഫസ്റ്റ് PUC സ്റ്റുഡൻറ്റ് നക്ക ഹംസരെ നോക്കി ನೆನಪಿಲ್ಲ ಅದು ಹಿಂದಿಯ ಕನ್ನಡ ಮಂದಿಗೆ ಎನ್ನೆ ಹಿಂದಿ അങ്ങനെ കറക്റ്റ് ഞാൻ കന്നഡ പഠിപ്പാട്ട് നിന്നത് ഹംസ ഹിന്ദി സ്റ്റുഡൻറ്റ് കನ್ನಡത്തിൽ ಮಾಕೈತೆ ഇപ്പോൾ എന്നൊക്കെ ഞാൻ റിട്ടയർഡ് ആയെങ്കിലും ആൺമക്കളെ കണ്ടപ്പോൾ ഫേസ് ടു ഫേസ് കണ്ടപ്പോൾ ನೀನು ಪ್ರಸಾದ್ ಏನು ചൊല്ലത്രേ അള്ളാഹു അത് ഇത്ര തന്നര ഞാൻ അയാളെ എതിരുള്ളതെ പാട്ടിയുടെ പൊಗಳ್ತನಲ್ಲ എല്ലാവരും പൊಗಳ್ತಿയാರು ചൊല്ലതല്ല അത്തര കൃതി ഹംസ എല്ലാ പ്രകാരത്തിലും എഴുതിനെങ്കിൽ എന്ത് ഇന്ന് ആ മുടിപ്പുല എഴുതിയ സുരിബയിലെ ഒരു അങ്ങനത്തെ സ്റ്റുഡൻറ്മാർ ಇನ್ನೂ ಸಾಹಿತ್ಯ ಎಲ್ದಿಕೊಂಡು ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ ಮುಂದೆ പോയോണ്ട് ഹംസರ ಕೃತಿಗಳ ಬಗ್ಗೆ ಒಂದು ಸಾಂಸ್ಕೃತಿಕ ಅಧ್ಯಯನ ഒരു PhD ಎಂದು ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ഇൻഷാല്ല തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാലം നിങ്ങളെ ആയുസ്സിൽ നിങ്ങളെ കണ്ണിൽ എതിരത് കാണണം അങ്ങനത്തെ മേരു സാഹിത്യത്തെ ഒരു ആള് കൃതിക്കാര ഹംസ അയാളോ സാഹിത്യത്തെ ಬಗ್ಗೆ ഒരു സമഗ്ര അധ്യയന ആക്കുമ്പോൾ അള്ളാഹു തൗഫീക്ക് നൽകട്ട് പിന്നെ ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെ വാട്സപ്പിലെ ഗൗജിൽ മക്കൾക്കെല്ലാം സാഹിത്യ ഓതുക ആന്നില്ല ഇനി ഞങ്ങളണക്കത്തെ മധ്യവയസ്കന്മാർ മാത്രം ഓതണത്തരെ കൊണ്ടുപോയിട്ട് ആയെങ്കിലും ഞങ്ങൾ ഹംസരങ്ങൾക്ക് അത്ര പിറകിൽ സപ്പോർട്ട് നിന്നിട്ട് അയാൾക്കും സർവശക്തനായ അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തിട്ടു ഹള്ളിഗാഡോ അല്ലെങ്കിൽ ഞങ്ങളെ മാറി പിന്നോക്കത്തിലുള്ള മുസ്ലിമുകൾ സാംസ്കൃതിക കൾച്ചർ അല്ലെങ്കിൽ ആಗುಹೋಗುಗಳ ಬಗ್ಗೆ ಇನ್ನೂ നല്ല നിലയ്ക്ക് എഴുതുക അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായുസ് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഈ ചെറിയ ഒരു അവധി തന്നെ ഈ അവകാശം തന്ന ഹംസക്കും പിന്നെ സംഘടകന്മാർക്ക് എല്ലാവർക്കും നന്ദി ചൊന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നേ വാ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.